റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇതെന്താണ് സംഭവം? എങ്ങനെയാണ് ചെയ്യുന്നത്? പെയിൻഫുൾ ആണോ? ഇതിന് എത്ര കോസ്റ്റ് വരും? ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ടോ? ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും അല്ലേ? ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളോട് ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ. ആദ്യം തന്നെ എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? പല്ലിനകത്തുള്ള ഈ ഭാഗമാണ് റൂട്ട് കനാൽ. ഈ ഭാഗത്തിന് അല്ലെങ്കിൽ പല്ലിൻ്റെ മജ്ജയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഭാഗം ക്ലീൻ ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഈ ഇൻഫെക്ഷൻ ചിലപ്പോൾ പല്ലിന് വന്ന കേട് കാരണമോ അല്ലെങ്കിൽ ക്രാക്ക് കാരണമോ അതുമല്ലാന്നുണ്ടെങ്കിൽ പല്ലിന് വന്ന എന്തെങ്കിലും ഡെന്റൽ ഇഞ്ചുറി കാരണമോ അല്ലെങ്കിൽ പല്ല് പൊട്ടുക ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആണോ? അല്ല. ആദ്യം പല്ല് മരവിപ്പിച്ചിട്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഈ മരവിപ്പിക്കാൻ തന്നെ ഇപ്പോൾ പലതരം ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അതായത് പെയിൻലെസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ഒരിക്കലും പെയിൻഫുൾ ആണോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. ഇത് ഒട്ടും പെയിൻ ഇല്ലാത്ത പ്രൊസീജിയറാണ്. ഒരിക്കൽ മരവിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പല്ലിൽ ചെയ്യുന്നതൊന്നും മനസ്സിലാവില്ല. ഇനി എങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ നിങ്ങളുടെ പല്ലിൻ്റെ ഒരു എക്സ്റേ എടുക്കും. ഈ എക്സ്റേ എടുക്കുന്നത് പല്ലിന് എത്ര കേടുണ്ട്, എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട്, എങ്ങനെയാണ് ഉള്ളിൽ റൂട്ട് ഇരിക്കുന്നത്, എത്ര റൂട്ട് ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ്റേ എടുത്തതിന് ശേഷം ഏത് പല്ലാണോ റൂട്ട് കനാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പല്ല് മരവിപ്പിക്കും. മരവിപ്പിച്ചതിന് ശേഷം ആദ്യം തന്നെ നിങ്ങളുടെ പല്ലിൽ വന്നിട്ടുള്ള കേട്, ആ പുറത്തുള്ള കറുത്ത പോർഷൻ റിമൂവ് ചെയ്യും. ഈ റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ളിലുള്ള മജ്ജ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മജ്ജ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മജ്ജ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഷേപ്പ് ചെയ്ത് ആ ഭാഗം ഒരു പ്രത്യേകം ഡെന്റൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് സീൽ ചെയ്ത് വെക്കും. ഇത് കവർ ചെയ്യണോ ഫില്ല് ചെയ്യണോ എന്നുള്ളതൊക്കെ എത്രത്തോളം നിങ്ങളുടെ പല്ലിന് ഡാമേജ് വന്നിട്ടുണ്ട് നോക്കിയിട്ടാണ്. എല്ലാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലിനും കവർ ഇടേണ്ട ആവശ്യമില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ പല്ല് അത്യാവശ്യം ടൂത്ത് സ്ട്രക്ചർ ബാക്കിയുണ്ട്, കുറച്ച് കേടേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നല്ലൊരു ഫില്ലിങ് മാത്രം മതിയാവും, കവർ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതല്ല, ആദ്യം തന്നെ കേടുവന്ന് പല്ല് നല്ലോണം പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കവർ ഇടേണ്ടി വരും. എന്നാലേ റൂട്ട് കനാൽ ചെയ്തതിൻ്റെ പർപ്പസ് ഉണ്ടാവുള്ളൂ. ചില സമയത്ത് റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം കവർ ഇട്ടില്ലെങ്കിൽ പല്ല് പൊട്ടി പോവാറുണ്ട്. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം പല്ല് ഇത്തിരി ബ്രിട്ടിലാവും. അപ്പോൾ പല്ല് പൊട്ടാൻ ചാൻസസ് കൂടുതലാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ടൂത്ത് സ്ട്രക്ചർ കുറച്ചുള്ളൂ, നിങ്ങൾ ടൂത്ത് സ്ട്രക്ചർ കുറവാണെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങിന് പകരം കവറായിരിക്കും നല്ലത്. കവർ ഇട്ട് കഴിഞ്ഞാൽ ഈ പല്ല് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മോസ്റ്റ്ലി ഈ ബാക്കിലെ പല്ലൊക്കെ നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പല്ലാണ്. ഈ പല്ലൊക്കെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കവർ ഇട്ടില്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് നടക്കില്ല. ഇനി ചില സിറ്റുവേഷൻസിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന് പല്ല് കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. ഫസ്റ്റ് വൺ, വിട്ടുമാറാത്ത പല്ലുവേദന. ഈ പല്ലുവേദന ചിലപ്പോൾ രാത്രിയിൽ കൂടുതലായിരിക്കും, എണീക്കുമ്പോൾ കൂടുതലായിരിക്കും, ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ നല്ല വേദന ഉണ്ടാവും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. ഇനി അതല്ല, പല്ലിന് വീക്കം വരികയാണ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം വീക്കം വരികയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, വേറെ സിറ്റുവേഷൻ, എവിടെയെങ്കിലും പല്ല് ഇടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പല്ലൊരു കളർ മാറ്റം തോന്നും, കുറച്ച് ഡാർക്ക് ആവും. ഈ സിറ്റുവേഷനിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇനി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ എത്ര ചിലവ് വരും? ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് 2500 ആണ്. പക്ഷേ ഇതിലും ഡിഫറൻസ് വരാം. നിങ്ങളുടെ പല്ലിന് കോംപ്ലക്സിറ്റി അനുസരിച്ചാണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് കൂടും. ഫ്രണ്ടിലെ പല്ലിനൊക്കെ പൊതുവേ കുറവാണ്, പക്ഷെ ബാക്കിലെ പല്ലിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഇനി പറയുന്നത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എപ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യാം. ഫസ്റ്റ് വൺ, നിങ്ങളുടെ പല്ലിന് വന്ന കേട് ചെറുതാണ്, മജ്ജയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതിയാവും. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ, നിങ്ങളുടെ പല്ലിൻ്റെ കേട് മജ്ജയിൽ ജസ്റ്റ് എത്തിയിട്ടുണ്ട് പക്ഷേ സിവിയർ ആയിട്ടില്ല, ഇൻഫെക്റ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഈ ഭാഗത്ത് ജസ്റ്റ് ഒരു സ്പെഷ്യൽ മെഡിസിൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ സിറ്റുവേഷനിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാറില്ല. ഇനി തേർഡ് വൺ, നിങ്ങളുടെ പല്ല് നന്നായിട്ട് കേട് വന്നിട്ടുണ്ട്, നല്ല ടൂത്ത് സ്ട്രക്ചർ പോയിട്ടുണ്ട്, ഭയങ്കര ഇൻഫെക്ഷൻ ഉണ്ട്, അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വഴി ശരിയാവില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളെ പല്ല് പറിച്ച് കളയേണ്ടി വരും. ഈ സിറ്റുവേഷൻ എല്ലാ കേടുവന്ന പല്ലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാക്കാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് വൺ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളോടാരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലിനും വേദന വരാം. നിങ്ങൾ ആ പല്ല് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ആ പല്ലിനും വേദന വരും. ചില സിറ്റുവേഷൻസിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ച പല്ലിന് പുറത്തുള്ള ഫില്ലിങ് അടർന്നു പോയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് വേദന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ കാലക്രമേണ നിങ്ങൾക്കത് പല്ലിന് വേദന ഉണ്ടാവും. കാരണം ഈ അടർന്നു പോയ ഭാഗത്തിലൂടെ ഉള്ളിലേക്ക് ഫുഡിൻ്റെ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ വീണ്ടും ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പല്ലിൻ്റെ പുറത്തുള്ള ഫില്ലിങ് അടർന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടിട്ട് ആ ഭാഗം ക്ലീൻ ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണ്.
പെയിൻ വരുന്നവരെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് വൺ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത എല്ലാ പല്ലിനും കവർ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടൂത്ത് അത്യാവശ്യം ബാക്കിയുണ്ടെങ്കിൽ, അധികം കേടുവരാത്ത പല്ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പല്ലിന് കവർ ഇടേണ്ട ആവശ്യമില്ല. പല്ല് അധികമായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ കവർ ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സിറ്റുവേഷൻ ഒരു നല്ല ഫില്ലിംഗ് മാത്രം മതിയാവും നിങ്ങളുടെ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. പ്രത്യേകിച്ച് ഫ്രണ്ടിലുള്ള പല്ലൊക്കെ, ഇനി ബാക്കിലുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, പക്ഷെ ഫ്രണ്ടിലുള്ള പല്ല് അധികം കവർ ഇടേണ്ട സിറ്റുവേഷൻ വരാറില്ല. ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ടൂത്ത് സ്ട്രക്ചർ പോയിട്ടുണ്ടെങ്കിൽ, കൂടുതൽ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രം കവർ ഇട്ടാൽ മതി. തേർഡ് വൺ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത പല്ലിന് കളർ മാറ്റം സംഭവിക്കാം. കാരണം അതിന് ബ്ലഡ് സപ്ലൈ ഇല്ല. സോ ചില സിറ്റുവേഷൻസിൽ ചില പല്ലുകൾ ഒരു ഗ്രേഷ് കളറായിട്ട് മാറാറുണ്ട്. ഇത് മെയിൻലി അതിന് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ്. ഫോർത്ത് വൺ, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പെയിൻ പോയെന്ന് വരില്ല ചില സിറ്റുവേഷൻസിൽ. ഈ സിറ്റുവേഷനിൽ ചിലപ്പോൾ 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്സോ ഒക്കെ എടുക്കും പല്ലൊന്ന് പൂർണ്ണമായിട്ട് ശരിയാവാൻ. ഇതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല. അത് നിങ്ങളുടെ പല്ലിൽ കൂടുതൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെയിന് നിങ്ങൾക്ക് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. ഇനി നിങ്ങളെ പല്ലിന് എന്തെങ്കിലും ചെറിയ കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ഡോക്ടറെ കാണിച്ചിട്ട് അതിനൊരു ചെറിയ ഫില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഫില്ലിംഗ് ചെയ്യുക. അത് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പിന്നീട് ഉള്ളിലേക്ക് പോയി അത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലേക്ക് എത്തും. ആ സമയത്ത് പിന്നെ ട്രീറ്റ്മെൻറ്റിന് കോസ്റ്റ് കൂടും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ടീത്ത് ആൻഡ് സേവ് യുവർ മണി.